ഒരു മിനിറ്റ് ഓണാക്കിയ അമ്മ തെറ്റിയ ഓ ലല്ലി 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 ഓ ലല്ലി 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 ഓ ലല്ലി 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 ഹോയ് തന തന്തിന്നാനോ താനാനോ തന തന്തിന്നാനോ താനാനോ തന തന്തിന്നാനോ താനാനോ തന ഹോയ് 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 ഞാനൊരു കാര്യം പറയാം, ആവശ്യമില്ലാതെ ഫോൺ എടുക്കരുത്. അയ്യോ ആവശ്യമില്ല ഡാൻസ് പഠിക്കണല്ലേ ഡാൻസ് പഠിക്കുന്ന എന്റെ ഫോൺ എന്തിനാണ്? പിന്നെ ഏതിൽ പഠിക്കും? ഇത് ചുമ്മാ ഇരുന്നേ. അതൊന്ന് കാണിച്ചേ ഇപ്പൊ എടുത്തൊന്ന് ആ കാണിച്ചൊക്കെ ഇതിനകത്തുണ്ട്. റെക്കോർഡായി കാണൂല മിക്കവാറും. നോക്കിയത് ആയോ അത് അതിലുണ്ട്. അല്ല ഞാൻ ചോദിച്ചിട്ട് ഇത് എന്ത് ഈ കൊച്ചിനിട്ട് കാണിക്കണേ? ഡാൻസ് അല്ലേ ഈ ഡാൻസ് പണ്ട് നീ സ്കൂളിൽ പഠിക്കുമ്പോ അത് തന്നെയല്ലേ അല്ലേ? കഷ്ടം. അതിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. അതിന് ഈ കൊച്ചിനും കൂടെ പറഞ്ഞു കൊടുക്കണം അവള്. അന്ന് തന്നെ അത് സഹിക്കാൻ പറ്റാത്ത സാധനമായിരുന്നു. എന്ത് കുഴപ്പമില്ലടി അത്. ഇനി അവക്കൊരു കുട്ടിയായി കഴിയുമ്പോൾ അവൾ ഇത് തന്നെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. നാടോടി നൃത്തം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരമുണ്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, അതാണ് നാടോടി നൃത്തം. പിന്നെ ഒരു പാണ്ടക്കെട്ട്, അതല്ലേ എൻ്റെ മെയിൻ. പിന്നെ ഭയങ്കര മെയിൻ. ഇപ്പോൾ പുതിയ പുതിയ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കണം. അല്ല ഇതൊന്നും അല്ല ഡാൻസ്. നീ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം? പല ഉദ്ദേശങ്ങളും ഉണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ വല്ലതും ആണോ? ആണെങ്കിൽ എന്താ കുഴപ്പം? ആണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാന്ന് അമ്മയും മോളും വിചാരിക്കണ്ട. എന്തുവാടി യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കണം? കുറേ തള്ളമാരി ഇല്ലാത്ത പൈസ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് പൊങ്ങച്ചം കാണിക്കാനും നുണയും വഴക്കും കൂടാനുമായിട്ട് അങ്ങ് ഇറങ്ങും. ഒപ്പം കുറേ സാറന്മാർ സ്കൂളിലെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്നിട്ട് അവിടെ നടക്കണം എന്താണ്? തമ്മിലടിയും ചീത്തവിളിയും വഴക്കും. ഡാൻസ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അപ്പീൽ പോക്കായി. എൻ്റെ കുട്ടിക്ക് കൊടുത്തില്ല, എൻ്റെ കുട്ടി നന്നായിട്ട് കളിച്ച്. കിട്ടാത്തോണ്ടല്ലേ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് കിട്ടണ്ടേ? അയ്യോ അതെ, ഈ തള്ളമാരുടെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള സാധനമല്ലേ ഈ പിള്ളേർ. അവർക്ക് അവരുടെ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്തത് ഈ കുട്ടികളെ കൊണ്ടങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റേജിന്റെ സൈഡിൽ പോയി നിന്നിട്ട് കളിക്കുമ്പോൾ ഓഹോ എന്തൊരു ആകാംക്ഷയാണ് തള്ളമാര്. അവനവന്റെ മക്കൾക്ക് പിന്നെ വേറെ ആര് പറഞ്ഞു കൊടുക്കും? അവനവന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ പല കഴിവുകളും ഉണ്ടാവും. അത് കണ്ടെത്താൻ നോക്കണം, അല്ലാതെ ഇല്ലാത്ത കഴിവിനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കല്ലേ. ഇതിൽ നിൽക്കണവരുടെ അവസ്ഥ നിങ്ങൾ പുറത്തുനിന്ന് പറയണവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഇത് അവസ്ഥയല്ല, ഇത് സത്യം പറയാം തള്ളമാരുടെ പൊങ്ങച്ചമാണ്. കുട്ടികളെ കൊണ്ടത് എൻ്റെ കുട്ടി അവിടെ ഇതറിയാം, എൻ്റെ കുട്ടിക്ക് അതറിയാം, എൻ്റെ കുട്ടി മറ്റതറിയാം. എടി ഒരു കലയെന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചെടുക്കണമെങ്കിൽ തന്നെ ആവശ്യമുള്ള സമയം വേണം. ഇതിപ്പോൾ ഒരു യൂത്ത് ഫെസ്റ്റിവൽ അനൗൺസ് ചെയ്തിട്ട് ഉടനെ ഭരതനാട്യം പഠിച്ച്, മോഹിനിയാട്ടം പഠിച്ച്, കുച്ചിപ്പൊടി പഠിച്ച്, നാടോടി നൃത്തം പഠിച്ചു, എല്ലാം കൂടെ ഒറ്റ അടിക്കാൻ കൂടെ ഒരു മാസം കൊണ്ട് പഠിച്ച് തീർക്കുകയാണ്. ഇതൊക്കെ ഓരോന്ന് പഠിക്കാൻ തന്നെ വേണം 4-5 വർഷം. ഇതെല്ലാം പഠിച്ചിട്ട് കൊച്ചങ്ങോട്ട് എന്താണ് ഒന്നും ആവില്ല. അതിന് നാടോടി നൃത്തം അറിഞ്ഞൂടാ, കുച്ചിപ്പൊടി അറിയൂടാ, ഒന്നും അറിഞ്ഞൂടാ അവസ്ഥയായി. ഒരു ഉപയോഗമില്ലാതെ ആവുകയും ചെയ്ത് പഠിച്ചിട്ട്. എടാ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാലല്ലേ കൊച്ചിന് ഏതിലെ കഴിവെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അയ്യോ കൊച്ചിപ്പോൾ കുറേ നാളായി ഞങ്ങളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും നാളായിട്ട് അവൾക്ക് അറിഞ്ഞൂടാ കൊച്ചിന് എന്തൊക്കെ കഴിവുണ്ട് ഇല്ല എന്നുള്ളത്. ഒരു പ്രാവശ്യത്തിലെ പാട്ട് പഠിക്കാൻ അവൾ ഉണ്ടാക്കി, അവസാനം എന്തായി? ഇതിൽപ്പരം നാണക്കേട് വേറൊന്നുമില്ല. എടി ഇപ്പം അവൾ ഇവിടെ സ്റ്റെപ്പ് വെച്ചല്ലോ, അതിൽ എന്തെങ്കിലും താളം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിട്ടുണ്ട് അവൾക്ക്. അതെങ്ങനെ? കൊച്ചിന് താളമില്ല, തള്ളയ്ക്ക് ബോധവും ഇല്ല. എന്താ അതിൽ കുഴപ്പമില്ലാത്ത? അവക്കെ വേറെ ഒരുപാട് നല്ല കഴിവുകളുണ്ട്, അത് കണ്ടെത്താൻ നോക്കണം. അത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കും. അവൾ നല്ല അസലായിട്ട് പടം വരയ്ക്കും, നീ എന്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല? വര കൊണ്ട് എന്താ പ്രയോജനം ഉള്ളത് ക്ലീറ്റോ? ഡാൻസും പാട്ടും ആണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം, സീരിയലിൽ അഭിനയിക്കാം, ടിവിയിൽ മുഖം കാണിക്കാം. ഈ വര വരച്ചിട്ട് ആരെങ്കിലും സിനിമയിലോ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എടി ഇനി എന്തുണ്ടെങ്കിലും തലവര എന്ന് പറഞ്ഞൊരു വരയുണ്ട്, അത് വേണം. അല്ല ഞാൻ ചോദിച്ചിട്ട് നീ കൊച്ചിനെ എന്തൊരു ടി വിയിൽ അഭിനയിപ്പിക്കാനാണോ ഇപ്പൊ ഇത് പഠിപ്പിക്കണേ? അതത്ര മോശമൊന്നുമല്ല. അതെ, അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. ആവശ്യമില്ലാതെ കൊച്ചിന് വേണ്ടാത്ത പ്രതീക്ഷകൾ കൊടുക്കരുത്, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് അതിനൊന്നിനും അല്ല എന്റെ പൊന്ന് ക്ലീറ്റോ. നിങ്ങൾ എത്ര നേരം ഈ ക്ലാസ് തുടങ്ങിയിട്ട്? പിന്നെ എന്തിനാണ് ഇതിപ്പോ ഇവിടെ ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യേണ്ട കാര്യം? മറ്റേ സ്കൂളിൽ ചേർക്കാൻ. സ്കൂളിലല്ലേ അവളിപ്പോ പഠിക്കുന്നത്, പിന്നെന്തോ? ഞാൻ അന്ന് പറഞ്ഞില്ലേ ഡാൻസിന്റെ നടന കലാക്ഷേത്രം. എന്റെ കർത്താവേ, വെളുക്കോളം രാമായണം വായിച്ചിട്ട് സീതയുടെ ഭർത്താവായിരുന്നു വെച്ചോലായല്ലോ. ഇടി ഇതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, അതിന് താളമില്ല, അതിന് ഡാൻസ് എന്തെന്ന് അറിയില്ല, വെറുതെ അതിനായിട്ട് തല്ലി പഠിപ്പിക്കലെന്ന്. അതിനവിടെ ടീച്ചർമാരുണ്ടല്ലോ, അവര് പഠിപ്പിച്ചോളും. എടാ അതൊക്കെ അവളുടെ ഒരു ആഗ്രഹമല്ലേ, ചെയ്യട്ടെ. ഇത് വല്ലാത്തൊരു ആഗ്രഹമാണ് കേട്ടോ, ഇതൊക്കെ ദുരാഗ്രഹമാണ്. എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? വേറെ ഒന്നും ചെയ്യണ്ട. ഇതിനകത്തിപ്പോ ഞാൻ എടുത്ത വീഡിയോ ഉണ്ട്, അതൊന്നൊരു CD-യിലാക്കണം. CD അയക്കാൻ അവര് പറഞ്ഞേക്കണേ. CD-യിലാക്കി അവിടെ ഒരു ബയോഡാറ്റയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് അവിടെ കൊറിയർ അയക്കാവോ? ഈ കൊച്ചിനോട് ചെയ്ത വലിയൊരു ദ്രോഹമാണെന്നുള്ള കാര്യം ഞാൻ അവളുടെ അമ്മയല്ലേ, ആ ദ്രോഹം അവള് സഹിച്ചോളും. ശരി,
നിനക്കിത് സി ഡിയിലാക്കി തരണം അല്ലേ? തന്നാ പോരാ, അയക്കണം. അയക്കണം. അയച്ചു തരാം, ഞാൻ അയച്ചു തരാം. ഇനി ഭാവിയിൽ നാളെ നീ പറയരുത് തന്ത കാരണം കൊച്ചിൻ്റെ ഭാവി നശിപ്പിച്ചു കേട്ടോ. പ്രസിദ്ധ, ഓ ഞാൻ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാ. അരമണിക്കൂർ. ആ ഉടനെ എത്താനാ? അല്ല ഞാൻ വരാം, ഞാൻ ഉടനെ വരാം. ആയിക്കോട്ടെ, പിന്നെന്താ? ആ ശരി ഇതാ വരുന്നുണ്ട്, ഇപ്പോൾ വരാം, ഇപ്പോൾ ഉടനെ തന്നെ വരാം. ഓക്കെ. ഞാൻ നേരെ കാരണം വീട്ടിലോട്ട് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ആ നീ വന്നത് എന്തായാലും നന്നായി. എന്താണ്? ഞാനേ ഇതൊന്ന് കൊറിയർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. കൊറിയല്ലടാ, യുഗാണ്ട. ഇവിടെ ഇത് കൊറിയർ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് വിളിച്ച് അത്യാവശ്യമായിട്ട് അവിടെ ഒന്ന് ചെല്ലാനായിട്ട്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, ഇതിനൊന്ന് കൊറിയർ ഓഫീസിൽ കൊടുക്കണം. അല്ല, ഞാൻ ഈ അഡ്രസ്സ് നേരിട്ട് കൊടുത്താൽ പൈസ എൻ്റെ തന്നാൽ മതി. നേരിട്ട് കൊണ്ടുകൊടുക്കാം. കൊറിയർ അയക്കണ്ട, നേരിട്ട് നീ കൊടുക്കും. അപ്പോൾ ഇത് തൃശ്ശൂരാണ് ഇത് എത്തിക്കാനുള്ളത്. തൃശ്ശൂർ നീ നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടാ. ഇവിടെ വായി നോക്കി വല്ല പറയണത് ചെയ്. ആനയും ചേനയും തിരിച്ചറിഞ്ഞുകൊണ്ടാ നീയാണ് ഇത് അങ്ങോട്ട് പോകുമ്പോൾ വല്ല ചായ വെള്ളം എല്ലാം കുടിക്കും കേട്ടാ. ഇത് കറക്റ്റ് എപ്പോൾ കൊണ്ട് കൊടുക്കും. അല്ല നേരിട്ട് പോണ്ട, തൃശ്ശൂരാണ് സ്ഥലം. തൃശ്ശൂര് അങ്ങ് എറണാകുളം കഴിഞ്ഞ് പോകണം കേട്ടാ. അതുകൊണ്ട് കൊറിയർ ഓഫീസിൽ കൊടുത്തിട്ട് ആ റെസീപ്റ്റ് വാങ്ങിച്ച് കൈ വെച്ചോണം. അവളവിടെ എന്ത് ചെയ്യാ? അവള് പഠിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞ മോനെ? ഒരു സെന്റൻസ്. മിച്ചർ വേണോ? മിച്ചർ ഉണ്ടെങ്കിൽ കൊണ്ടാ. വെറുതെ ഇരുന്ന് മടുത്ത്. 2 കഷ്ണം കേക്കുണ്ട്. എരിവുണ്ടാ? നല്ല എരിവുള്ളതാണോ അടി? എരിവുള്ളത് തിന്നു. ഒരു സുഖം ഉണ്ടല്ലോ. ക്ലീറ്റ് ഇത് എവിടെ പോയി കിടക്കണമെന്നാവോ? എന്തൊരു കഷ്ടം. എവിടെയെങ്കിലും പോയി ഇതാ പാട്. ഫോണും വിളിച്ചെടുക്കൂല. നീ വിളിച്ചു നോക്കിയാർന്നാ? പിന്നെ അല്ലാതാ എനിക്കൊന്നും വേണ്ട. ദൈവം കൊറിയർ അയച്ചിട്ടുണ്ടാവോ ആവോ? അതാണ് അവന്റെ കാര്യമായിട്ട് പറയാൻ പറ്റൂല അല്പം. എന്താ ചില നേരത്തെ അവന്റെ തോന്നല് പലതാണ്. അയച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൊല്ലുമല്ലോ. ഇതേ നിസ്സാര കാര്യമൊന്നുമല്ല. നാടന കലാക്ഷേത്രത്തില് ഇത് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ ഭാഗ്യം ഉണ്ടോ വേറെ? അത് ശരിയാ, ഭാഗ്യമുള്ള പിള്ളേർക്കായിട്ട് അത് കിട്ടുള്ളൂ. പ്രാർത്ഥിച്ചോ. എന്റെ കൊച്ചിന് പിന്നെ എന്നെ പോലെ സൗന്ദര്യം കഴിവൊക്കെ കിട്ടിയേക്കണോണ്ട് ശരിയാ. എന്റെ മൂക്ക് ഭാഗ്യമൊക്കെ ഉള്ള വെച്ചാ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചോളാം. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ട്രങ്ക് പെട്ടി അത് പിന്നെ കിട്ടിയിട്ട് മതിയല്ലോ, സമാധാനം ഉണ്ട് അതിനൊക്കെ. എടി ഇത് ഇത്രയും നല്ലതാണെങ്കിൽ നമുക്ക് ആലീസിനും കൊടുക്കാറുണ്ട്. പിന്നെ അവള് വല്ല ഡാൻസും കളിക്കുവോ? പിന്നെ അവള് സിനിമാറ്റിക് കളിക്കും. അയ്യേ സിനിമാറ്റിക് കൊണ്ടൊന്നും കാര്യമില്ല നാത്തൂനെ. പെമ്പിള്ളേർ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലൊക്കെ പഠിക്കണം, അല്ല സിനിമാറ്റിക്. ഈ ആമ്പിള്ളേർ തുള്ളണ പോലെ പെമ്പിള്ളേർ നടന്ന് തുള്ളിയിട്ട് എന്ത് കാര്യം? ഞാൻ അവൾ അതിനൊന്നും വിടൂല. നല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ പഠിച്ച് എപ്പോഴൊന്നും വരാൻ പറ്റില്ല കേട്ടോ വീട്ടിലോട്ട്. പറ്റൂല, എനിക്ക് പറ്റൂല. വേണ്ടെന്ന് പറയും. പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂടി വെച്ചേ. പിന്നല്ലേ ഇപ്പൊ മാത്തൻ ചേട്ടൻ അവിടെ നിന്നല്ലേ പഠിക്കണം. എന്നിട്ട് എന്ത് പറ്റി മാത്തൻ ചേട്ടന്? അമ്മയ്ക്ക് വിഷമാവില്ല എന്നെ കാണാതെ. എന്തിനിപ്പൊ വിഷമിക്കണ? അമ്മ ശനിയാഴ്ച ദിവസം വന്ന് നിന്നെ കാണില്ലേ? ഇപ്പൊ ക്ലാരമ്മ വന്ന് കാണുന്നില്ലേ? എടി അവിടെ നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടി കഴിയുമ്പോ നീ അമ്മേനെയും മറക്കും ചിലപ്പോ. എന്നെ മറന്നവളെ ഞാൻ കൊല്ലുമല്ലോ. അയ്യോ അത് പറ്റില്ല. നന്നായിട്ട് പഠിക്കണം, അവിടെ പോയി പഠിച്ച് വലിയ ആളാവണം. നിന്റെ മിച്ചർ വേണോ? അത് മുഴുവൻ തിന്നണ്ട. കുറച്ച് ക്രീമാ മതി. അല്ലെങ്കിൽ തിന്നത് മതി മതി വിട്ടേ. ഒരു കഷ്ണം തിന്നു, ബാക്കി അവിടെ വെച്ചേക്ക്. ഫോൺ എടുക്കൂല. ഇത് എന്ത് മനുഷ്യനാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് വരാറായി കാണും, അതായിരിക്കും എടുക്കാത്തത്. വരാറായെങ്കിലും എന്താന്ന് വിളിച്ചു പറയാൻ പാടില്ലേ? ഈ മാതിരി രാവിലെ പോയത് എവിടുന്ന്? എപ്പോഴും ഇങ്ങനെ വൈകി വേണോ എന്നെ? തോന്നിയ പോലെയാ. ആരും ചോദിക്കണ്ട ഒരു കാര്യം. വെറുതെ ഒരു കോള് കളയണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ എടുക്കാത്തേ. വന്നല്ലോ. ആണോ? ഈ കയ്യേ ഈ ഫോണിൽ ഇത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേന് ഞാനിവിടെ എത്തിയില്ലേ, അപ്പോഴേക്കും ഒരു കോള് വെറുതെ എടുത്തിട്ട് എന്തിനാണ് ഇപ്പൊ? അതിന് മുമ്പ് വിളിച്ചതോ? അതിന് വിളിച്ചപ്പോ ഞാൻ വേറെ തിരക്കിലായി. പ്രസിഡന്റ് വിളിച്ചു, അത് കോൾ വെയിറ്റിംഗിലായിരുന്നു. കൊറിയർ അയച്ചോ? കൊറിയർ അയച്ചോന്ന്? ഏത് കൊറിയർ? ഓ കാലത്ത് തന്നു വിട്ടതേ. കൊറിയർ അയച്ചിട്ടുണ്ടാവും.
അത് അയച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഉറപ്പില്ലേ? നിങ്ങളല്ലേ അയച്ചത്, നിങ്ങൾ ബോധം കിട്ടി നടക്കുകയാണ്. അയക്കാതിരിക്കാൻ വഴിയില്ലല്ലോ, അയച്ചിട്ടുണ്ട്. എന്തുവാ ക്ലീറ്റോ, അയച്ചില്ലേ? സംഭവം ഞാനിവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പ്രസിഡന്റ് വന്ന് ഡൽഹിയിൽ നിന്ന് ഒന്നും പറയണ്ടെന്ന് വന്നിട്ട് എത്രയും പെട്ടെന്ന് അയാൾക്ക് എന്നെ കാണാതെ ഇരിപ്പില്ല, നേരെ ഇവിടെ എത്തണം, ക്ലീറ്റ് ഇപ്പോൾ എത്തണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ പോകാതിരിക്കാൻ പറ്റുമോ? അപ്പോഴാണോ നടരാജൻ മുന്നിൽ വന്ന് ചാടി, ഞാൻ നടരാജനെ ഏൽപ്പിച്ച് അമ്മ അയച്ചിട്ടുണ്ടാവും. തീർന്ന് നടരാജന്റെ കയ്യിൽ ആരെങ്കിലും കൊടുത്ത് വിടുവോ ക്ലീറ്റ്? ഇതുവരെ അയാൾ ഒരു കാര്യം മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? എടാ അത് നിനക്ക് ആണെങ്കിലും വേണ്ടൂലായിരുന്നു. ഇതിപ്പം പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോടി? ഇല്ല കുഴപ്പമില്ല, നടരാജൻ അയക്കും. ഞാൻ ഇത്ര നേരം നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചോ? കുഴപ്പമില്ലായിരിക്കും. സ്വന്തം മോളുടെ കാര്യമല്ലേ ക്ലീറ്റോ? നീ വേളം വെക്കല്ലേ, അമ്മ വിളിച്ചു നോക്ക്, അയച്ചിട്ടുണ്ടായില്ലെന്ന് അറിയാലോ. ഡേറ്റ് കഴിയാറായിരുന്നു, അത് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ നിങ്ങളെ ശരിയാക്കും ഞാൻ. നീ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണോ പറഞ്ഞവനെ. എന്തോന്നിത്? ആ കൊച്ചു അത്ര ആഗ്രഹിച്ചല്ലേ ക്ലീറ്റോ? ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് കൊടുത്തിട്ടുണ്ടാവൂല, അത് കൊടുത്തിട്ടുണ്ടാവൂല. ആ കൊച്ചിന്റെ ഭാവി നിങ്ങളായിട്ട് ഇരുളടപ്പിക്കും. നീ അങ്ങനെയൊക്കെ അങ്ങോട്ട് പറയല്ല, പിന്നെ അത്ര ഉത്തരവില്ലാത്തതൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ല. എനിക്ക് ഇതൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പണ്ടേ പോയി ചെയ്തിട്ട് എന്റെ കുടുംബത്ത് വന്നേനല്ലോ. എന്തോരം ആഗ്രഹിച്ചു ചെയ്തത് അവള്. ആഗ്രഹിക്കുന്നതാണ് അവളുടെ ഭാവിയല്ലേ. ഈ പെണ്ണുങ്ങൾ പറയണായിട്ട് അതൊന്നും ഞാൻ മനഃപൂർവ്വം എന്തിനാ വലിയ ദ്രോഹം ചെയ്ത പോലെയാണല്ലോ. അത് കൊടുത്തിട്ടുണ്ടാവും, അത് ഞാൻ കിട്ടുമ്പോ അറിയാലോ. കൊടുത്തിട്ടുണ്ടാവൂല. ഫോൺ എടുക്കണില്ലല്ലോ അവൻ. കാലി വന്നിട്ട് എനിക്ക് കാര്യങ്ങൾ എങ്ങനെയാ ക്ലീറ്റോന്റെ ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യൂല. വെള്ളം എടുത്തോണ്ടെന്ന് അവന് വെള്ളം കുടിക്കാൻ കിട്ടുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞ കേൾക്കില്ല. അവിടെ പോയി കഴിക്കും, ഞാൻ ഡാഡി അന്വേഷിച്ചിട്ട് പറയാം. അവിടെ പോയി കഴിക്കും പോ. ഓ എന്റെ കർത്താവേ, പെണ്ണുങ്ങൾ രണ്ടു മൂന്നും ഒരുമിച്ച് ചേർത്ത് കലബല എന്ന് മനുഷ്യന് ഒരു സ്വസ്ഥതയും തരൂല. എങ്ങനെയെങ്കിലും ജയിച്ച് ഡൽഹിയിൽ എത്തിയാൽ മതിയായിരുന്നു, സ്വസ്ഥത ഉണ്ടായിരുന്നു. ഒരു കൊറിയർ ഉണ്ടായിരുന്നു. കൊറിയർ ആർക്ക്? ക്ലീറ്റസിന്. അത് അടി ഒരു കൊറിയർ ക്ലീറ്റസിന് ആണോ? അല്ല ജപ്തിയല്ലോ ആണോ നോക്ക്. അല്ല ജപ്തി അങ്ങനെ ജപ്തി വെക്കാനായിട്ട് ചേർക്കാം. ഇതല്ലമ്മേ, ജപ്തിയല്ല, ഇത് വേറെ സ്ഥലത്തുനിന്നാ. ഞാനിവിടുത്തെ ജപ്തിയാണ്. അമ്മ ഇങ്ങ് വന്നേ. ജപ്തിയും കുത്തിയൊന്നും അല്ല. എന്താണ് പറ. കിട്ടി. എന്തോന്ന് പറയടി. നടന്ന കലാക്ഷേത്രത്തിൽ എഴുത്തു വന്നു. ഒരു കാര്യം ഞാൻ പറയാം, ആവശ്യമില്ലാതെ മുന്നും പിന്നെ നോക്കാതെ ഒരു മനുഷ്യനെ കുറ്റം പറയരുത്. നീ എന്തൊക്കെയാണ് പറഞ്ഞ നടരാജനെ? എങ്ങനെ പറയാതിരിക്കും? ഇവള് അങ്ങനെ ചില്ലറയ്ക്കാണോ പറഞ്ഞ ആ നടരാജനെ? അവൻ അയച്ചോണ്ടല്ലേ ഈ സാധനം വന്നേ. ഇപ്പൊ കിട്ടിയില്ലേ? ആ കിട്ടിയില്ലേ, അതന്നെ ഞാൻ പറഞ്ഞത്. ഇവളോട് പറയാ കുറെ എടുത്തേട്ടം കാണാത്തോണ്ട് അവള് കുറ്റം പറഞ്ഞതല്ലേ ഉള്ളൂ. എന്തായാലും സന്തോഷമായില്ലേ? പ്രിയപ്പെട്ട രക്ഷകർത്താവ് അറിയുന്നതിന് അയച്ച DVD കണ്ടു, കുട്ടിയുടെ പെർഫോമൻസ് കണ്ടു, വളരെ നന്നായിട്ടുണ്ട്, നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്. ഈ കലാകാരി കലാക്ഷേത്രയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അഡ്മിഷൻ സംബന്ധിക്കുന്ന വിഷയങ്ങൾ വഴിയെ അറിയിക്കുന്നതായിരിക്കും എന്ന് പ്രിൻസിപ്പൽ. ഓ അവള് സന്തോഷം നോക്കിയേ. അത് പിന്നെ 10 ഗുണം 10 ഗുണമാണല്ലോ. ഡാൻസ് എനിക്ക് പറഞ്ഞല്ലോ പണ്ട്. അത്യാവശ്യമൊക്കെ എനിക്കും അറിയാം ഡാൻസ്. അങ്ങനെ നീ എന്നിട്ട് എന്തിനാ ക്ലീറ്റോ പിന്നെ ആദ്യം എതിർത്തത്?
എതിർത്തെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മള് പൈസ ചെലവാക്കി പഠിപ്പിക്കണ്ടല്ലോ, അവര് ഏറ്റെടുത്തല്ലോ കൊച്ചിനെ. അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ വെച്ചേ. അല്ലല്ല, ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പൈസയൊക്കെ കൊടുക്കണം. ഇതൊന്നും ഇല്ലാതെ പിന്നെ പൈസ കൊടുക്കണോ? നമ്മള് പൈസ എന്തിനാ കൊടുക്കണം? നമ്മുടെ കൊച്ചിന് കഴിവുണ്ട് എന്നല്ല അതിൽ എഴുതിയില്ലേ, പിന്നെ എന്തിനാണ് നമ്മള് കാശ് കൊടുക്കണേ? അവർക്കൊരു മുതൽക്കൂട്ടല്ലേ ഈ കൊച്ച്. ഇനിയിപ്പോ അത് പറഞ്ഞ് രണ്ടാളും തല്ലു പിടിക്കണ്ട, അത് പിന്നെയുള്ള കാര്യം. ആദ്യം അവളെ കൊണ്ടുപോയി അവിടെ ഒന്ന് ആക്കി ചേർത്തിട്ടൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം. പിന്നെ ഈ ചെലവിന്റെ കാര്യങ്ങളൊക്കെ ആരാലോചിക്കും? അത് നീ ഇപ്പോഴും നല്ല കാര്യം. അവര് ചേർക്കുമ്പോ ചേരുന്നത് നമുക്ക് അപ്പോഴല്ലേ പറയുള്ളൂ പൈസയുടെ കാര്യം. അപ്പൊ നമുക്ക് ആലോചിക്കാം. പിന്നെന്താണ് എന്റെ പെങ്ങൾ ആലോചിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും ആലോചിക്കാൻ എനിക്കൊന്നുമില്ല. നീ ആ ഒരു വാക്ക് കേൾക്കാൻ കാത്തു നിങ്ങളിപ്പോ എന്താ പറയണേ? എന്റെ മോള് ഡാൻസ് കളിച്ച എവിടെ ഒന്ന് കാണട്ടെ. ആന്റിയും കണ്ടിട്ടില്ല, ഒന്ന് വേഗം കളിക്ക്. പാട്ട് ഞാൻ പതുക്കെ പാടുള്ളേ. വീഡിയോ എടുത്തു. നീ മറ്റേ ഇത് അയ്യോ ആ പാട്ട് ഏതായിരുന്നു? ഞാൻ വേറൊരു കളിക്കട്ടെ. ആ ഗോപിക വസന്തം തേടി വനമാലി. സമൂഹത്തോട് പരിസ്ഥിതിയോട് ഉത്തരവാദിത്തമുണ്ട് പറയേ. സമൂഹത്തിനോട് പരിസ്ഥിതിയോട് ഉത്തരവാദിത്തമുണ്ട് പറയാൻ. ഇത് ഇതുവരെ തീർന്നില്ലേ അമ്മ? ഇതാരാടി എഴുതേണ്ടത്? അത് പിന്നെ അമ്മയ്ക്ക് ഇത് അറിഞ്ഞൂടെ? പറ അടുത്തത് എന്താന്ന് പറഞ്ഞു. മനുഷ്യൻ തന്നെയാണ് പ്രകൃതിയെ നശിപ്പിക്കാനുള്ള കാരണം. മനുഷ്യൻ. ഇതൊക്കെ അമ്മയ്ക്ക് തന്നെ എഴുതിക്കൂടെ? വേഗം ഒരുങ്ങി നിൽക്കുന്ന, നിനക്ക് ഒരുങ്ങാൻ നേരമില്ലാത്തോണ്ട് ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പറഞ്ഞത്. ബുക്കൊക്കെ എടുത്തു വെച്ച നാത്തൂനെ. അതെ, മനുഷ്യൻ ഇത് ചെയ്യണ ജോലി ഒന്ന് വൃത്തിയായിട്ട് ചെയ്യല്ലോ. ഇത് എന്തോന്ന് തേപ്പടി? ഇത് തേച്ചോ നീ സത്യത്തില്? അതാ പെട്ടിയില് ചൂട് നിക്കണില്ല. ചൂട് കഴിക്കണില്ല. അതിനെന്താ പെങ്ങള് നിക്കണല്ലേ വടി പോലെ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ പറയാം. മനുഷ്യൻ തന്നെയാണ്. അല്ല നീ ഇതെന്താ എടുക്കണേ? ഇതെന്താ ചെയ്യണേ? നശിപ്പിക്കുന്നത്. ഉപന്യാസം. ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾ എഴുതാണ്ട് ജോലി. നിനക്കെന്താണ് ജോലി സ്കൂളിൽ നിന്ന് വന്നിട്ട്? ഞാൻ ബാക്കിയൊക്കെ പഠിക്കും. ബാക്കി ഞാൻ ഒരെണ്ണം തന്നാണ്ടല്ലോ, വൈകുന്നേരം വന്ന് ടി വി കണ്ട് അങ്ങനെ ഇരിക്കും. ഞാൻ മെടഞ്ഞു തരാം, നീ നിക്കൊന്ന്. മതി, എഴുതിയിടത്തോളം മതി, കൊണ്ടുപോ. ബാക്കി സ്കൂളിൽ പോയി എഴുതിയാൽ മതി. നീ ഒരു കാര്യം, യൂണിഫോം ഒക്കെ ഇട്ട് നീ പോ സ്കൂളിൽ. എന്തിനാണ് പിന്നെ ഈ കാശ് കൊടുക്കണേ? അതിപ്പോ എഴുതി തുടങ്ങിയില്ലേ? എടുത്ത് വെച്ചിട്ട് പോടി. അങ്ങനെ പിള്ളേർ ശീലിച്ചു. ഞാൻ ഇന്നാൾ അവൾ എന്നെ കൊണ്ട് എഴുതിച്ചു. പോകട്ടെ. ഞാനേ ഇത് വേറും കാളയായിട്ട് വരുവാണ്. കാള. ആ മടിയൻ കാള. വേഗം പോ, വേഗം പോ. മടിയാന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കണേ. ഇപ്പൊ നിർത്തിയൊന്നുമില്ലല്ലോ. ഇച്ചിരി ചോറ് ഇച്ചിരി വേഗം വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കൊല്ലും മനുഷ്യനെ. ഒരു സ്ട്രോങ് ചായ എടുത്തേ. ഒരു നിമിഷം ഞാൻ നടി. നമ്മുടെ ആ നടനകലാ കേന്ദ്രത്തിൽ നിന്ന് ഒരു കത്ത് വന്നില്ലയോ, മറുപടി കത്ത്? അതൊന്നും ഞാൻ എടുത്ത് തന്നെ. അത് ഇവിടെ എവിടെയാണ് വെച്ചത്? ഈ തക്ലിയെ ഇങ്ങനെ നീ വഷളാക്കരുത് കേട്ടോ. പിന്നെ തങ്കം, ഓ നീ വന്നേ. വെക്കട്ടെ, ചായ വെക്കട്ടെ, ചായ വെക്കട്ടെ. അല്ല ഒന്നിങ്ങോട്ട് വാ, ചായ നമുക്ക് പിന്നെ കുടിക്കാം. അതിന് പിന്നെ വേറൊരു വലിയൊരു അത്യാവശ്യ കാര്യം അറിയിക്കാൻ. നീ വാ. പറ എന്താ? നിനക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട്? അല്ല, നടനകലാ കേന്ദ്രത്തിലെ പ്രിൻസിപ്പാളിന് എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന്? അവിടെ നിക്ക് നീ എവിടെ ഓടണേ? ഇത് നടനകലാ കേന്ദ്രത്തിൽ നിന്ന് വന്ന കത്തല്ലേ? ഇതിൽ അവരുടെ ലെറ്റർ ഹെഡ് അല്ലല്ലോ. ഇതിനകത്ത് അവരുടെ ഫീലില്ല, ഡേറ്റ് ഇല്ല. സത്യം പറയട്ടെ, ഇതാരും എഴുതിയതാ? കള്ളം പറയരുത് തങ്കം. എന്തിനാ ഇങ്ങനെ ഒരു കത്ത് എഴുതിയത്? ഞാൻ കുഞ്ഞിന്റെ ബുക്കിൽ നീ എഴുതിയത് ശ്രദ്ധിച്ച്. ഇത് രണ്ടും ഒരേ കൈയക്ഷരം. എന്തിനാ അപ്പൊ ഇങ്ങനെ ഒരു കത്ത് നീ എഴുതിയത്? അതൊരു കുഴപ്പം പറ്റി ക്ലീറ്റോ. എന്താ കുഴപ്പം? അന്ന് നമ്മള് ലെറ്റർ അയച്ചില്ലേ അങ്ങോട്ട്, അപേക്ഷ. അതിനവരിങ്ങോട്ട് മറുപടി അയച്ചായിരുന്നു. എന്നിട്ട് ആ കത്ത് എവിടെ? അത് ഞാൻ കത്തിച്ചു കളഞ്ഞു. എന്തിന് കത്തിക്കാൻ വേണ്ടിട്ട്? അതിലെന്താ പ്രശ്നം? അതിനകത്ത് മൊത്തം പ്രശ്നമായിരുന്നു. അതിനകത്ത് എഴുതിയേക്കാണ് നമ്മുടെ കൊച്ചിൻ്റെ ഡാൻസ് ഒന്നും പോരാ, ആ നിലവാരത്തിലുള്ള പിള്ളേരെയൊന്നും അല്ല അവിടെ എടുക്കണത്, പിന്നീട് ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കണം. അത് കണ്ട് അവൾക്ക് വിഷമാവില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങരുതെന്ന്. വല്ല കാര്യം ഉണ്ടായിരുന്ന കൊച്ചിനെ നടന കലാകേന്ദ്രം എന്നും പറഞ്ഞു അതിനെ മോഹിപ്പിച്ച് ഒരു കാര്യമില്ലാതെ. അപ്പൊ ഇനി അവൾ അറിയണില്ലല്ലോ.
അവളിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കണ നോക്ക്. ആ കൊച്ചിന് ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കൂലേ? ഞാൻ കൊച്ചു വിഷമിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. കൊള്ളാം. പോയി ചായ എടുത്തുണ്ടോ? പ്രിൻസിപ്പളെ, നടന കലാകേന്ദ്രത്തിൽ പ്രിൻസിപ്പാളെ. Alien versus Alien.